തിയേറ്റർ ഇപ്പൊ ഈ ഫെബ്രുവരിയിലാണ് റിലീസ് ആയത്. പാച്ച് ഉൾപ്പെടെ 42 ദിവസം ഷൂട്ട് ചെയ്ത പടമാണ്. അതും നല്ലൊരു ടീമായിരുന്നു, നല്ല പ്രൊഡ്യൂസർ ആയിരുന്നു. അത് കുറച്ചുകൂടെയൊക്കെ ഫണ്ടും ബജറ്റും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ, അതും ഒരു ഹാഫ് ഇൻഡിപെൻഡന്റ്, പക്ഷെ ഒരു രണ്ടിന്റെ ഇടയിലുള്ള ഒരു പടമാണ്. കമേഴ്ഷ്യലി ഭയങ്കര ഹിറ്റ് ആവുക എന്നുള്ള ഉദ്ദേശിച്ച് ചെയ്ത പടമല്ല, നമുക്ക് പറയേണ്ട ആശയങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു പേസിൽ ആ പടം പറഞ്ഞു. അത്യാവശ്യം ഫെസ്റ്റിവൽസിലൊക്കെ പോയതാണ്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. 10-25-30 ഫെസ്റ്റിവൽ ആയിപ്പോ തന്നെ. പിന്നെ അതിപ്പോ ഓൾറെഡി OTT-ലെല്ലാം ഉണ്ട്. തിയേറ്റർ എന്ന് പറയുന്ന സിനിമയുടെ പ്രസക്തി അത് എപ്പോഴും ഉള്ളത് എന്നുള്ളതാണ്. ഇത് ആ ഒരു വേൾഡിലാണ് നമ്മൾ, റിയാലിറ്റി, മിത്ത് ഓഫ് റിയാലിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മൾ ഇപ്പോഴും സ്റ്റിൽ ഇതിപ്പോ ഒരു കൊല്ലം മുന്നേ ആലോചിച്ച് എഴുതി ഉണ്ടാക്കിയ സിനിമയാണ്. അതിന്റെ പ്രസക്തി ഇപ്പോഴും ഉണ്ടെന്ന്, ആ റിലവൻസ് എപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വാർത്തയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഓരോ ദിവസം പുതിയ പുതിയ സത്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഏതാണ് സത്യം എന്ന് വിശ്വസിച്ചാൽ അത് പിന്നെ മാറ്റേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെയുള്ള മനുഷ്യർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ. ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാം. പിന്നെ അത് ശരിക്കും റിയൽ ഇൻസിഡന്റ് ആണ്. അത് ഞാൻ 2010 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു 3 ദിവസത്തെ പത്രത്തിൽ വന്ന അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതാണ് ആ സിനിമയുടെ ഒരു ഐഡിയ. അത് റിയൽ സംഭവമാണ്. അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട്. അതിന്റെ ഒരു ബേസ് മാത്രം, ബാക്കിയെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്.